ഹലോ ഗേഴ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദി ഗെയിമിംഗ് ഗ്രൂപ്പ്. അപ്പോൾ ഈ നമ്മൾ കളിക്കാൻ പോകുന്ന റോബ്ലക്സിലെ ബ്ലോക്ക് ഫ്രൂട്ട്സ് ആണ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊളോസിയം ക്വസ്റ്റ് ചെയ്യണം ഗൈസ്. യാ, ഇപ്പം എൻ്റെ ലെവൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 865 ലെവലാണ് ഗൈസ്. ഞാൻ ആദ്യം 800 ലെവലാന്ന് ഓർത്ത് 800 ലെവലാക്കിയിട്ടൊന്ന് റെക്കോർഡ് ചെയ്തായിരുന്നു. ബട്ട് അന്നേരമാണ് ഞാൻ സത്യം അറിയണത് 850 ലെവലാണ് വേണ്ടത്. പിന്നെ 850 ആക്കി. പിന്നെ കുറച്ച് നേരം ഞാൻ ചൂണ്ടയൊക്കെ ഇരുന്നു ഗൈസ്. കുറേ നേരം ചൂണ്ടയൊക്കെ ഇടും, നമുക്ക് ലെവലൊക്കെ കയറും. അതുപോലെ ചൂണ്ടയിട്ട് എനിക്ക് ഒത്തിരി ഫ്രാഗ്മെൻസിൻ്റെ പെട്ടി കിട്ടി. ഇപ്പം 7K ഉണ്ട്. യെസ്, വേണം നമുക്ക് ആദ്യം നമുക്ക് വീഡിയോയിലോട്ട് പോകും. അതിന് വേണ്ടി നിങ്ങൾ ലൈക്ക് അടിക്കാത്തവരാണ് ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതിൻ്റെ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഈ കഫേയിൽ വന്നിട്ട് സെക്കൻഡ് സ്റ്റേയിൽ കഫേയിൽ വന്നിട്ട് ബാർട്ടിലോ എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളീൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കണം. ചെറിയൊരു തൊണ്ട ത്രോട്ടൊരു പ്രശ്നമുണ്ട്, അതാണ്. അപ്പോൾ പുള്ളി പറയാം നമ്മുടെ അടുത്തൊരു 50 സ്വാൻ പൈററ്റ്സിനെ 50 സ്വാൻ പൈററ്റ്സിനെ കൊല്ലാൻ പറയും. 50,000 രൂപയും കിട്ടുവേ. നമ്മൾ നല്ല പൈസ കിട്ടുമെന്നാണ് എന്തും ചെയ്യുമല്ലോ. യെസ്, നോക്കുകയാണെങ്കിൽ അത് വന്ന് ചെയ്യാം. സ്വാൻ പൈററ്റ്സ് എവിടെയാണെന്ന് അറിയാത്തവരാണെങ്കിൽ ഇത് ഇവിടെയാണ് യെസ്. ഇവിടെ പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം, ഓൾറെഡി ഒരാൾ ഇവിടെ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ കയറി ചെന്നാൽ ഒക്കെ കുറച്ച് ടൈം എടുക്കുമായിരിക്കും ഗൈസ്. കിണൽ ഓരോന്നിനെ ഞാൻ കൊന്നിട്ട് വരാം. 50 പേരെ കൊല്ലണം ഗൈസ്. ഞാൻ ഇതുപോലെ എല്ലാവരും ഒന്ന് കൊന്നിട്ട് വരാം. ചിലപ്പോൾ എനിക്ക് സെർവർ ഹോപ്പ് ചെയ്യേണ്ടി വരും, കാരണം ഇവിടെ ഓൾറെഡി ഒരാളുണ്ടല്ലോ. യാ ഗൈസ്, അവൻ എന്നെ അടിക്കണം, 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 അവൻ എന്നെ അടിക്കണം. ഓയ്യോ, കൊന്നേസ്. സസ്പീഷ്യസ് കില്ലോ, വളരെ സസ്പീഷ്യസ് ആണെന്നൊക്കെ. യെസ്, ഞാനൊന്ന് കൊല്ലട്ടെ അവന്മാരെ, എന്നിട്ട് വരാം. പക്ഷേ ഒരെണ്ണത്തിനെയും കൂടി കൊന്നാൽ മതി, ഒരാളെയും കൂടി. യെസ്, അവനെ കൊന്നു. അങ്ങനെ നമ്മൾ 50 പേരെ കൊന്നിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ച അത്ര ടൈമൊന്നും എടുത്തില്ല, പക്ഷേ കുറച്ചും കൂടി ടൈം എടുത്തത് ഈ ചക്ക വന്ന് ചുമ്മാ ഡിസ്റ്റർബിങ് ആയിരുന്നു. നമ്മൾ കൊല്ലാൻ വന്ന സാധനത്തിന് ആളെക്കാരെ അവൻ വന്ന് കൊന്ന് ചുമ്മാ ഡിസ്റ്റർബിങ് ആയിരുന്നു. ഇനി നമ്മൾ എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകൂടെ ബാർട്ടിലോൻ്റെ അടുത്ത് പോകണമെന്നാണ് പറയണേ. യെസ്, എനിക്ക് ബാർട്ടിലോൻ്റെ അടുത്തോട്ട് പോവാം. ഇവിടെ എത്തി. ഞാൻ പുള്ളീൻ്റെ അടുത്ത് പറയാനൊക്കെ നോക്കി, പുള്ളി റിപ്ലൈ തരുന്നില്ല. ഇത് പിന്നെ 3 പേരുള്ളൂ ഈ സെർവറിൽ, അപ്പം വലിയ ഇതില്ലെന്നാ. സ്പ്രിങ് യൂസറോ? അതെന്നാ പറഞ്ഞേ? ഗ്രേറ്റോ നോ ഫോർ ദെയർ ലീഡർ ഫൈൻഡ് ആൻഡ് ഡിഫീറ്റ്. ജെറേമി. ഓക്കെ, മനസ്സിലായി. ജെറേമി ദേ അവിടെയാണ്. നമ്മൾ വേറെ ക്വസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സീനില്ലെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പരീക്ഷിക്കാൻ ഞാനില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഏതായാലും വേഗം പോയി ക്വസ്റ്റ് ഒന്നും എടുക്കാണ്ട് പോയി കില്ല് ചെയ്യാം. യോയ്സ്, ആളിവിടെ ഉണ്ട്. എന്തോ ഭാഗ്യത്തിന്, ഇല്ലെങ്കിൽ സാറിന് ആളിവിടെ കാണാത്തതാണ്. മിക്കപ്പോഴും ഞാൻ വരുമ്പോൾ ആളിവിടെ കാണാറില്ല. അറിഞ്ഞു പറഞ്ഞൊന്ന് അടിച്ചു കൊല്ലട്ടെ ഞാൻ. ചാവും ഗൈസ്, ഇപ്പം ചാവും, അവനിപ്പം ചാവും. ഓക്കെ, അതിനെ കൊന്നു. ഇതന്നെ ജെറേമി. എന്താണ്ടൊക്കെയോ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. നമ്മളതൊന്നും വായിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നണേ. കലയാണെങ്കിൽ ഞാൻ വായിക്കുന്നില്ല. യെസ്, എന്നിട്ട് നമ്മൾ പിന്നെ ഇവിടെ ബാർട്ടലോൻ്റെ അടുത്തോട്ട് വരണം. ടോക്ക് ഗോൾഫ് ഇംപ്രഷൻ്റെ ഗ്ലാസ്. ഗൈസ്, നമ്മൾ ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ, അതായത് കൊളോസിയം അവിടെ ആ ഒരു സൈഡിലാണ് ഗൈസ്. അപ്പം അവിടെ ഒരു കോഡ് അടിക്കണം, പക്ഷെ എനിക്ക് ആ കോഡ് അറിയില്ല. അത് ഇവിടെ ഈ ഇവിടെ എവിടെ അങ്ങോട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഗൈസ്, ഇത് തന്നെ കോഡ്. ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കട്ടെ ഇതിൻ്റെ. ഗൈസ്, ഞാൻ ഇവിടെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇനി സ്റ്റേഡിയത്തിലോട്ടാം. സ്റ്റേഡിയം എവിടെയെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ കാട്ടിത്തരാം. ഇതാണ് കൊളോസിയം. നമുക്കൊന്ന് അവിടെ എത്താം. നമ്മൾ കൊളോസിലെത്തി. ഇനി ഇതെവിടെ അടിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ ഗൈസ്, ഇവിടെയാണുള്ളത്. അപ്പം ഞാൻ കോഡൊന്ന് നോക്കി അടിക്കട്ടെ. ഫസ്റ്റ് ഇത്. സെക്കൻഡ് ഏതാ? സെക്കൻഡ് എവിടെ? ഇത്. തേർഡ് വര പോലത്തെ ഒരു സാധനം. ഇത്. ഫോർത്ത് ഇത്.
ഒന്നുകൂടെ കൺഫർമേഷൻ ചെയ്യുന്നുണ്ട്. 5th ഇത് നിങ്ങൾ ഈ ഒരു കോഡിൽ തന്നെ അടിച്ചാലേ എനിക്ക് കിട്ടത്തോളേ. വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒപ്പം ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ അടിച്ചാലേ കിട്ടത്തുള്ളൂ. പിന്നെ ബി നമ്മളത് ചെയ്തു. പ്രിസണറിന് എന്തോ ഹെൽമെറ്റ് ടോക്കൺ നമ്മളങ്ങനെ അവരെ രക്ഷിച്ചു. എന്താ ഇവിടെ ഒരാളുണ്ട് അവൻ്റെ അടുത്ത്. അയ്യോ ആ ബിസി റൈറ്റ് നൗ. എന്താ പറഞ്ഞ എന്ന് മനസ്സിലായില്ല. ഇത് 1500 ലെവൽ ആകുമ്പോഴത്തേക്കും വരാനാണ്. നമ്മൾ ഒന്നുകൂടെ ബാട്ടിലോൻ്റെ അടുത്തോട്ട് നമുക്ക് പോവാം ഗൈസ്. പോകണം എന്നാണ് തോന്നുന്നത്. ഏകദേശം ബാട്ടിലോ ടോക്ക്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ ഹെൽപ്പ്. കഴിഞ്ഞെന്നാണ് ഗൈസ് തോന്നുന്നത്. അപ്പം ഇനിയേ നമുക്ക് റേസ് വീറ്റു ആക്കാൻ പറ്റുള്ളൂ. അത് എന്തോ ഫ്ലവേഴ്സ് എങ്ങാണ്ട് കണ്ടുപിടിക്കുമോ അങ്ങനെ എന്തോ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഐശ്വര്യമായിട്ട് നമുക്ക് റേസ് റീറോൾ ചെയ്യാം. ഫസ്റ്റ് റീറോൾ എന്ത് കിട്ടും? ഇതിൻ്റെ അകത്ത് എന്തോ ഷാർക്ക് റേസും ഏഞ്ചൽ റേസും ആണ് ഏറ്റവും നല്ലതെന്നാണ് പറയണേ. ഷാർക്ക് ആണെങ്കിൽ ഞങ്ങൾക്ക് വെള്ളത്തിൽ കൂടെ ഒക്കെ നീന്താൻ പറ്റും. ഞങ്ങൾക്ക് ഷാർക്ക് മതി. കാരണം എങ്ങനെ ഉണ്ടെങ്കിൽ സീ വിഷനൊക്കെ മേടിക്കാൻ എളുപ്പമായിരിക്കും. 3000 ശരി എന്നാ ഏഞ്ചല്. ഏഞ്ചിൽ അത്ര കുഴപ്പമില്ലെന്ന് തോന്നിയേ. കുഴപ്പമില്ല. നമുക്ക് ഏഞ്ചിൽ സെറ്റാക്കാം. അടുത്ത ദിവസം നമുക്കിത് V2 ആക്കാൻ പറ്റുമോ നോക്കട്ടെ. അതിനും ഇനി കുറച്ച് ലെവലപ്പ് ചെയ്യണം. അത് മടിയുള്ള പണിയാണ്. നല്ല പണിയാണ് ലെവലപ്പ് ചെയ്യാൻ. ഓൾസോ എനിക്ക് കുറച്ച് റെയ്ഡ് ഹോസ്റ്റ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന് നിങ്ങളുടെ യൂസറിനെ താഴെ കമൻറ്റ് ചെയ്യൂ. കാരണം എനിക്ക് കുറച്ചും കൂടി ഫ്രാഗ്മെൻറ്റ്സ് വേണം. അല്ലെങ്കിൽ ഇത് ഈസിലി കിട്ടാനുള്ള വഴിയൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ മതി. എനിക്ക് 1-2 ചെറിയ ചെറിയ റെയ്ഡൊക്കെ ചെയ്തൊന്ന് വേണം. ഓൾസോ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ റോൾ ചെയ്തില്ല ഫ്രൂട്ട്. ദൈവമേ നല്ല ഇവിടെ ഏഞ്ചൽ റൈസ് വന്നപ്പോൾ നമുക്ക് പുറകിൽ ചിറക് വന്നടാ. നല്ല എന്തെങ്കിലും തരണേ സയോൾസിലൊക്കെ. സയോൾസ് എന്തെങ്കിലും നല്ലതാ. ചില പിങ്ങുള്ള സർവറാണെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കാൻ കഴിച്ചു ചെയ്തു ഫ്രൂട്ട്സൊന്നും. എടാ ലോഡായില്ല. എന്തായിരിക്കും? ടീറക്സ്. ഓ മൈ ഗോഡ്. ടീറക്സ് 10x ലക്ക്. പക്ഷെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ അത് പറയാൻ വിട്ടുപോയി. എനിക്കിവിടെ 1-2 ഫ്രൂട്ട്സ് കുറച്ചുണ്ട്. എടാ എനിക്ക് ടീറക്സ് ഉണ്ടടാ. എടാ അതിൻ്റെ ട്രേഡിങ് ടീറക്സ് ഫോർ ട്രാഷ്. നമുക്ക് ഇങ്ങനെ അടിക്കാം. എടാ ടീറക്സ് വെറുതെ കളയാൻ പറ്റില്ല. ആരെങ്കിലും വന്നിരടാ. എടാ ഇതെന്ത് കഷ്ടാണ്. ടീറക്സ്. എടാ എൻ്റെ ടോർമെന്റ് പെയിൻ ഒക്കെ ഉണ്ട്. മാമത്ത് എന്തായാലും ആഡ് ചെയ്യുമോ? അവൻ അക്സെപ്റ്റ് ചെയ്താൽ നമുക്കത് നമുക്ക് ഇച്ചിരിയുടെ W. ഓക്കെ ഫീനിക്സ് ഓക്കെയാണ്. കാരണം നമുക്ക് ഓൾറെഡി ടീറക്സ് ഉണ്ട്. സെറ്റ് കിട്ടി ഗൈസ്. കിട്ടി. ഇതൊക്കെ ടീറക്സ് ഒക്കെ എടുത്ത് സ്റ്റോർ ചെയ്യാം. ഉള്ള ടീറക്സ് എടുത്ത് സ്റ്റോർ ചെയ്യാം. അതൊരു W ആയിരുന്നു. W റോളായിരുന്നു. അവിടെ എന്തൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പം മൈൻഡൊക്കെ നിൽക്കണ്ട. ഞാൻ കുറച്ച് പിന്നെ അവനെ ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ ഡിസ്റ്റർബ് ചെയ്തു ഗൈസ്. നോക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങളുണ്ട്. വെനം റീവർക്ക് ആവാമാണ്. ലൈറ്റ്നിങ് ഞാൻ വാല്യൂ നോക്കിയാണ്. ഇതെനിക്ക് ഒരാൾ ചുമ്മാ തന്നാൽ. ഇതെല്ലാം എനിക്ക് ചുമ്മാ തന്നതാണ് ഈ ആൾക്കാർ. എല്ലാം ചുമ്മാ തന്നതാണ്. എന്താണെന്നറിയില്ല. ആൾക്കാർക്കൊക്കെ ഭയങ്കര സ്നേഹം. നമ്മുടെ 1-2 ഫ്രണ്ട്സൊക്കെ തന്നെയാണ് തന്നേ. ഗൈസാണ് നന്നായി. വെനം റീവർക്ക് ആവാൻ പോവാ ഈ വർഷം ഗൈസ്. അപ്പം കിട്ടിയ സെറ്റായിരിക്കും. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ട്. എന്താ വീഡിയോ ഭയങ്കര ഷോർട്ട് വീഡിയോ ആയാളോ. പുള്ളി എന്തൊക്കെ ഞാൻ മൈൻഡും ചെയ്യാൻ നിൽക്കുന്നില്ല. കുറച്ച് വേണേ ഞാൻ ബ്രോനെ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഇതാരാ ഡ്രാഗൺ ടാലന്റ് സേജ് തന്നെ എൻജാൻഡ് ക്രാഫ്റ്റ്. ഇതന്നെ സംഭവം. എടാ എനിക്ക് ഒരു ഇത് വേണോടാ. നല്ലൊരു സ്വോർഡ് വേണം. നമുക്ക് ഇന്ന് രംഗോക്കും എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. സാൻഡ് ഉണ്ട്. ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഉണ്ടോ അതിനോണ്ടിരിക്കട്ടെ. നമുക്ക് പോയിട്ട് ഒരു രംഗോക്കും എടുക്കാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. എനിക്ക് അറിയില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് എടുക്കാൻ നോക്കിയായിരുന്നു.
ബട്ട് ഉപകാരമൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ എൻ്റെ ഹാക്ക് കണ്ടോ, ഹാക്ക് എന്ന് വെച്ചാൽ ഈ ഔറ കണ്ടോ, ഇതെനിക്ക് ഇത്ര ആവുന്നുള്ളൂ. ചിലവർക്കൊക്കെ ഇത് ഫുള്ള് ബോഡി ഫുള്ളാവും. അതെങ്ങനെയാണെന്ന് എനിക്ക് ഒന്ന് പറഞ്ഞു തരുമോ? ഏറ്റവും ഈസിലി വേയില് എനിക്കത് മനസ്സിലാവുന്നില്ല. ചിലവരുടെ നല്ല ഫുള്ളാവും. എടാ ഞാൻ അവിടെ നിന്ന് എത്തിയിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം, ഇവിടെ ഈ സ്റ്റാറ്റ്സ് ഇല്ലേ, അതിൽ എനിക്ക് ഇപ്പം ഈ പോയിന്റ്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ എവിടെ കൊടുക്കാം? മിലയ്ക്കാണോ ഡിഫൻസിനാണോ ഇപ്പോഴത്തെ എൻ്റെ ഈ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് ഗ്രൈൻഡിങ്ങിന്? ഓൾസോ ഞാൻ ഇടയ്ക്ക് CB സാൻഡിനൊക്കെ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതിൽ ഏതാണ് ഒന്ന് പറഞ്ഞു തരുമോ? എഴുതി കൊടുക്കുന്ന എന്നാലും ഇപ്പം ഞാൻ ആണെങ്കിലും 30 വെച്ച് മിലയ്ക്കും ഡിഫൻസിനും കൊടുക്കാൻ പോവാണ്. നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയൊരു വേ ഒന്ന് പറഞ്ഞു തരുമോ? എനിക്കത് അറിയില്ല. ഏറ്റവും എഫിഷ്യൻ്റ് ആയിരിക്കണം അതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ വന്നിട്ട് നമുക്കൊരു ഹിഡൻ കീ കിട്ടാനുണ്ട്. അതാണ് നമുക്ക് എടുക്കണ്ടേ. അപ്പം അത് എടാ ഇത് ഇവിടുത്തെ ബോസിനെ കൊന്നു കഴിഞ്ഞാൽ എന്തോ 5% അങ്ങനെ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ NPCനെ കൊന്നാൽ മതി. പക്ഷെ അതിനെന്തോ 1 ചാൻസോ അങ്ങനെ കണ്ടാ. എടാ വേഗം കുറച്ചടിക്കട്ടെ, വേഗം കുറച്ചടിക്കട്ടെ. ഇല്ലെങ്കിൽ മറ്റേ അയ്യോ എടാ ചത്ത്. എടാ എന്ത് കഷ്ടമാടാ. ചിലപ്പോൾ നമുക്ക് റിവാർഡ് കിട്ടില്ലടാ. എടാ ഹിഡൻ കീ കിട്ടിയിട്ടുണ്ടെങ്കിൽ അക്കായിരുന്നടാ. കിട്ടിയ പക്ഷെ ഹിഡൻ കീ കിട്ടിയില്ല, റിവാർഡ് കിട്ടി. അൺലക്കായിരുന്നു. ഇവിടെ ഒന്നും കൊന്നൊന്നും കിട്ടില്ലടാ. ചുമ്മാ നമുക്ക് നോക്കാൻ കൊന്നുമല്ലോ ഒക്കെ കിട്ടിയാലോ. കാരണം എനിക്ക് ഔറ ഒന്ന് സെറ്റാക്കാം. അയ്യോ ഇത് വേണ്ട, ഇത് വേണ്ട. എനിക്ക് ഔറ ഒന്ന് ഫുള്ളാക്കണം. അതെന്താ ചെയ്യണ്ടേ? ചുമ്മാ ഒരു 4-5 NPCനെ അടിക്കാം. പിന്നെ ഗ്രൈൻഡിങ് ഒന്നും കാണിക്കണ്ടെന്നൊരു ബ്രോ പറഞ്ഞായിരുന്നു. ഓക്കെ, അത് കുഴപ്പമില്ല. ഗ്രൈൻഡിങ് ഒന്നും അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഓഫ്ലൈനിൽ തന്നെ ഇത്രയും ലെവലിൽ ഗ്രൈൻഡ് ചെയ്തത്. കാരണം ശരി നിങ്ങൾക്കും ബോറിങ് ആയി. കാരണം എന്ത് ചെയ്യാൻ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. ആണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവാം. നമുക്ക് കൊളോസിയം കോസ്റ്റ് ചെയ്തു. അടുത്ത ദിവസം നമുക്ക് ഏഞ്ചൽ റൈസ് ഒന്ന് വീറ്റ് വെക്കണം. നമ്മൾ റേസ് കാണുന്ന ഇവിടെ കേട്ടോ, പറയാൻ വിട്ടുപോയി. നമുക്ക് ഏഞ്ചൽ റൈസ് ഒന്ന് വീറ്റു ആക്കണം, അല്ലെങ്കിൽ രംഗോക്ക് എടുക്കണം. ഇഷ്ടംപോലെ പണികളുണ്ട്. സെക്കൻഡ്സിയിൽ ഇഷ്ടം പോലെ പണിയുണ്ട്. അപ്പം ആണേലും ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് ചെയ്യണം. അതാണ് ഉദ്ദേശിച്ചത്. ഇടയ്ക്ക് പോലത്തെ മിസ്റ്റേക്സ് ഒക്കെ വരും, സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ്. ആണ് അടുത്ത വീഡിയോയിൽ കാണുന്നതന്നെ വരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ ഗായ്സ്.